നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പർവ്വതം സൗത്ത് അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് അക്കൻകാഗ്വയാണ്. അക്കൻകാഗ്വ എന്നുള്ള പേരിൻ്റെ അർത്ഥം സെൻറ്റിനൽ ഓഫ് സ്റ്റോൺ എന്നാണ്. സതേൺ ഹെമിസ്ഫിയറിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. ആൻഡീസ് പർവ്വതനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതമാണ്. ഹിമാലയത്തിൻ്റെ പുറത്ത്, ഹിമാലയ റേഞ്ചസിൻ്റെ പുറത്തുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വതവും ഈ അക്കൻകാഗ്വയാണ്. ഏകദേശം 6900 മീറ്ററാണ് ഈ അക്കൻകാഗ്വയുടെ ഉയരം. അർജന്റീനയിലാണ് ഈ പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. അർജന്റീനയിലെ മെൻഡോസ എന്ന് പറഞ്ഞാൽ വൈനുകളുള്ള ഒരുപാടുള്ള സ്ഥലമാണ്. അർജന്റീനയും വൈനുകൾക്കുള്ള വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ്. ആ മെൻഡോസയിൽ നിന്നാണ് നമ്മൾ ഈ അക്കൻകാഗ്വ നാഷണൽ പാർക്കിനകത്ത് നടന്ന് 18 ദിവസം കൊണ്ട് ഈ അക്കൻകാഗ്വയുടെ മുകളിലെത്തി തിരിച്ച് താഴേക്ക് വരുന്നത്. അക്കൻകാഗ്വയുടെ ബേസ് ക്യാമ്പിന് മാത്രം ഞാൻ കണ്ട ഒരു പ്രത്യേകത, നിങ്ങൾക്ക് ബാറുകളുള്ള ഒരു ബേസ് ക്യാമ്പാണത്. അവിടെ നിങ്ങൾക്ക് മദ്യം കിട്ടും. എനിക്കറിയത്തില്ല മദ്യം കഴിച്ചിട്ട് എങ്ങനെയാണ് ആൾക്കാർ സമ്മിറ്റിലേക്ക് പോകുന്നതെന്ന്. പക്ഷേ ഈ ബാറുകളുള്ള ഒരു ബേസ് ക്യാമ്പാണ് അക്കൻകാഗ്വയുടേത്. വേറെ ഒരു മൗണ്ടൻ്റെയും ബേസ് ക്യാമ്പിൽ ഞാൻ ബാറുകൾ കണ്ടിട്ടില്ല. വൺ ഓഫ് ദ വേൾഡ്സ് ഹയസ്റ്റ് ബാർ എന്ന് പറയാം. പിന്നൊരു വൺ ഓഫ് ദ വേൾഡ്സ് ഹയസ്റ്റ് ആർട്ട് ഗ്യാലറി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ അക്കൻകാഗ്വയുടെ ബേസ് ക്യാമ്പിൽ. ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആർട്ട് ഗ്യാലറി ആക്കി അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് സീസണിൽ. നിങ്ങൾക്ക് അവിടുന്ന് ചിത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാം. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള പർവ്വതമാണ് അക്കൻകാഗ്വ. മാത്രമല്ല വൺ ഓഫ് ദ വിൻഡിയസ്റ്റ് പർവ്വതമാണ്. പസഫിക് ഓഷ്യനാണ് ഒരു സൈഡിലുള്ളത്. പസഫിക് ഓഷ്യനിൽ അടിക്കുന്ന തണുപ്പുള്ള കാറ്റ് ഈ അക്കൻകാഗ്വയുടെ മുകളിൽ നിങ്ങളുടെ ടെമ്പറേച്ചർ -30 ആണെങ്കിൽ ഡയറക്റ്റ് -50ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതുകൊണ്ട് ടെമ്പറേച്ചർ മൂലമുള്ള ഇഞ്ചുറി കൂടുതലുള്ള ഒരു പർവ്വതം കൂടിയാണ് അക്കൻകാഗ്വ. 2024 ജനുവരി മാസത്തിലാണ് ഞാൻ അക്കൻകാഗ്വ സബ്മിറ്റ് ചെയ്യുന്നത്. അന്റാർട്ടിക്കയിലെ പർവ്വതം സബ്മിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് വന്ന് അക്കൻകാഗ്വ സബ്മിറ്റ് ചെയ്യുകയായിരുന്നു.